വോട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഇൻ ദ്വാരക ഡേ 2. അപ്പൊ തലേ ദിവസം പോലെ തന്നെ അമ്മയും മോള് ഇറങ്ങിയിട്ടുണ്ട് 30 രൂപയുടെ ടിക്കറ്റ് കൊണ്ട് ബ്രഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ അത്യാവശ്യം കഴിച്ചു. പ്രോമിസ് മീ ഗൈസ്, നിങ്ങൾ ദ്വാരക പോകുമ്പോൾ എന്ത് ട്രൈ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇത് എന്തായാലും ട്രൈ ചെയ്യാൻ പോണോട്ടോ. ഇന്ന് കിട്ടിയ ഹലുവ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിൽ കേസരി എന്ന് പറയില്ല. യെസ്. അപ്പൊ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി. മമ്മി ആദ്യമേ വാർണിംഗ് തന്നുകൊണ്ട് ഒരു പർപ്പിൾ കളറിന്റെ ഷാൾ വെച്ച് തൃപ്തിപ്പെട്ടും കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. അപ്പൊ കുറച്ച് സാരി കൂടെ നോക്കിയേക്കാന്ന് വിചാരിച്ചു. പക്ഷെ മമ്മിക്ക് അതിൽ നിന്ന് ഒന്നുമേ പിടിച്ചില്ല. അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കുറച്ചു നേരം ധർമ്മശാലയിൽ പോയിട്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഡിന്നറിനായിട്ട് ഇറങ്ങിയാണ്. ആൻഡ് ഈ ഒരു സ്ഥലത്ത് ഗൈസ് നമ്മൾ ക്യൂ നിൽക്കണം, കാരണം അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ പേരാണ് ശ്രീനാഥ് ഡൈനിങ് ഹാൾ. ഗൈസ് അത്ര ഫ്രഷ് ആയിട്ടുള്ള വളരെ ചുടുചൂടാ ഫുഡ് ഹൈജീനിക് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയതാട്ടോ. അതും വെറും 150 റുപ്പീസിന് അൺലിമിറ്റഡ് ആണ്. ജസ്റ്റ് മധുരം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ശർക്കര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം റസ്മലായും റബഡിയും കഴിച്ചിരുന്നു കേട്ടോ. കഴിഞ്ഞ പോലും പറ്റില്ല, പക്ഷെ ഇത്തവണ എനിക്ക് കൊതിയുണ്ടായിരുന്നു. ഫോണിൽ എടുക്കുന്ന ഒരു ഫീൽ അല്ല ഇതുപോലത്തെ ഫോട്ടോസ് നമ്മൾ എടുപ്പിക്കുമ്പോൾ. പിന്നെ മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് മമ്മിയുടെ മലയാളി സ്വരൂപത്തിൽ വന്നു. മമ്മിക്ക് പൊറുതി കൂട്ടിയിട്ട് ഇഡലി മേടിച്ച് കഴിച്ച് ഞങ്ങൾ അഹമ്മദാബാദിലോട്ട് തിരിച്ചു.